തങ്ങളുടെ മകനാകുന്ന പൂക്കോയ റാത്തീബ് എന്ന പേരിലൊക്കെ പ്രസിദ്ധമായ അതിൻ്റെയൊക്കെ കർത്താവായ സയ്യിദ് ഫളിൽ പൂക്കോയ തങ്ങളാണ് മമ്പറം ഒറ്റക്കാമല പള്ളിയിൽ ജുമാ തുടങ്ങുന്നത്. അപ്പോ മമ്പറം തങ്ങള് പ്രതാപികളോട് കൂടെ സഹവസിച്ച് അവിടുത്തെ നാടുകളിൽ, കാരണം അന്നത്തെ ഭൂമിയില്ലാത്തവർക്ക്, പാവപ്പെട്ടവർക്കൊന്നും ഭൂമിയില്ല, ഉള്ളതാണെങ്കിൽ ഇവരേക്കല്ലോ അല്ലെങ്കിൽ പഴയ നായന്മാര് ജമ്മിമാരുടെ കയ്യിലൊക്കെ ആയിരിക്കും. അവിടത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഖറിയകളുടെയൊക്കെ കിടപ്പും അതിന്റെ ഇരിപ്പൊക്കെ കണ്ട് അവിടങ്ങളിലൊക്കെ ജുമാ സ്ഥാപിക്കാനും ജുമാ പള്ളികൾ നിർമ്മിക്കാനും മഹാനവറുകൾ നിർദ്ദേശം നൽകി. അങ്ങനെ തങ്ങളുടെ കാലഘട്ടത്തിൽ അക്കാലത്തെ കേരളീയ മുജദ്ദിദ് വരാം. മുജദ്ദിദിന്റെ താരീഫ് എന്താന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ചിലപ്പോൾ അറിഞ്ഞോളണം. മുജദ്ദിദ് എന്ന് പറഞ്ഞാല് ഒരു നാട്ടിൽ മാത്രമല്ല, ലോകത്തൊക്കെ മൊത്തത്തിലാവണം എന്നാണല്ലോ മുജദ്ദിദിന്റെ താരീഫ്. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മുജദ്ദിദ് എന്നൊക്കെ പറയാം. അങ്ങനെ മമ്പറങ്ങൾ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലൊക്കെ ഒട്ടേറെ പള്ളികൾ സ്ഥാപിക്കാൻ നിർദ്ദേശിക്കുകയുണ്ടായി. അതിൽപ്പെട്ടതാണ് ഈ വിനീതൻ ഒരു ദശാബ്ദക്കാലത്തോളം പഠനം നടത്തിയ കോടമ്പുഴ മഹാലവി ജുമാഅത്ത് പള്ളി, പെരുമകം എണ്ണക്കാട് ജുമാഅത്ത് പള്ളി, അതേപോലെ തന്നെ രാമനാട്ടുകർക്ക് സമീപം ചേലാമ്പ്ര പനയപ്പുറം പള്ളി, അതുപോലെ തന്നെ താനൂര് വടക്ക് പള്ളി, പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി, വൈലത്തൂര് ചെലവിൽ ജുമാഅത്ത് പള്ളി, അതുപോലെ തന്നെ ആതിർശ്ശേരി ജുമാഅത്ത് പള്ളി, ആതിർശ്ശേരിക്ക് അപ്പുറത്തുള്ള പെരുമണ്ണ ജുമാഅത്ത് പള്ളി, അതേപോലെ തന്നെ ഈ വിനീതന്റെ മഹല്ലാകുന്ന പുകയൂർ പൊറ്റാണിൽ ജുമാഅത്ത് പള്ളി, അതുപോലെ തന്നെ ഈ വിനീതൻ ഇപ്പോൾ സേവനം ചെയ്യുന്ന വലിയോറ പുത്തനങ്ങാടി ജുമാഅത്ത് പള്ളി, അതുപോലെ തന്നെ വലിയോറ കുന്നുമൽ ജുമാഅത്ത് പള്ളി, വലിയോറയിലെ തന്നെ അരീക്കുളം വേങ്ങര അരീക്കുളം ജുമാഅത്ത് പള്ളി, ജുമാ തുടങ്ങിയത് പള്ളിയോട് ആദ്യം തന്നെ ഉണ്ട്. ഇങ്ങനെ ഒട്ടേറെ പള്ളികൾ മമ്പറം നമ്മുടെ കാലഘട്ടത്തിൽ, ചേറൂര് ജുമാഅത്ത് പള്ളി, ഇങ്ങനെ ഒട്ടേറെ പള്ളികൾ, പെരുവള്ളൂര് പഞ്ചായത്തിൽ തന്നെ കാടപ്പടി മുളക്കീൽ ജുമാഅത്ത് പള്ളി, പെരുവള്ളൂര് പറമ്പിൽ പീടിക കുന്നത്ത് ജുമാഅത്ത് പള്ളി, അതേപോലെ വെളിമുക്ക് ജുമാഅത്ത് പള്ളി. ഈ വെളിമുക്ക് ജുമാഅത്ത് പള്ളി തിരങ്ങാടി വല്യയിലൊക്കെ നമ്മളെ നാട്ടുകാർ, നമ്മളെ ഉമർസ്ഥാന വാപ്പയായ വൈദ്യത്തൂർ ഭാവസ്ഥതൊക്കെ ദർശനത്തിയ സ്ഥലമാണ്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒട്ടേറെ പള്ളികൾ, മഹല്ല് പള്ളികൾ തങ്ങളുടെ ശ്രമഫലമായി അവിടുത്തെ കുടുംബങ്ങളുടെ, അവിടുത്തെ പ്രതാപികളായ കുടുംബങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് മമ്പറം തങ്ങള് നിർമ്മിക്കാനും നിർദ്ദേശിക്കുകയും പള്ളി സ്ഥാപിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പൊന്മുണ്ടത്തേക്ക് വരുന്നതിന്റെ മുമ്പ് പൊന്മുണ്ടം പഞ്ചായത്തിൽ തന്നെ ഉള്ള പള്ളിയാണല്ലോ വൈലത്തൂരി ചെലവിൽ പള്ളി. ഈ പള്ളി ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളോട് ചങ്ങണകാട്ടിലെ കുന്നശ്ശേരി കുടുംബത്തിലെ അന്നത്തെ കാരണവരായ മൊയ്തീൻ എന്നവര് എന്ത് പെരക്ക് തറക്കല്ലിടാൻ വേണ്ടി മമ്പറം തങ്ങളെ ക്ഷണിച്ചപ്പോ, ഇപ്പൊ തറക്കല്ലിടണ്ട, ഇപ്പൊ ഒരു പെരണ്ടല്ലോ, ഇതെന്തേതോ അവിടെ ഒരു പള്ളി ഉണ്ടാക്കിക്കോ. വൈലത്തുകാരൊക്കെ ആദ്യകാലത്തൊക്കെ താന്നൂർക്കാണ് ജുമാക്ക് പോയി എന്നാണ് മനസ്സിലാവുന്നത്. കാരണം തങ്ങള് നാടിന്റെ സ്പന്ദനങ്ങൾ നല്ല മറിഞ്ഞൊരു വ്യക്തിയായത് കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ആ നാടിനനുസരിച്ച് അതിന് മുമ്പത്തെ അസ്ലി മഹലിലെ കാദി ആരാണോ അവരെ അവിടത്തേരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പതിവാണ് കാണുന്നത്. നേരത്തെ 5ാം ഘട്ടത്തിലുള്ള പള്ളികളിൽ പറയാൻ വിട്ടുപോയൊരു പള്ളിയാണ് ഇവിടത്തിലൊക്കെ അസ്ല്, ഒരു ഭാഗത്തിന്റെ അസ്ലായി പറയപ്പെടുന്ന കാനാഞ്ചേരി പള്ളി. ഇവിടെയും കാനാഞ്ചേരിന്റെ പുറത്താണ് പുറം പള്ളി കിടക്കുന്നത്. അതുകൊണ്ടുള്ള പുറം പള്ളിയൊക്കെ വീട്ടി തങ്ങന്മാരാണ്. അതുകൊണ്ടാണ് ആ തവയിൽ ഇവിടെയും വീട്ടി തങ്ങന്മാര് കാദിമാരായി വരുന്നത്. പെരുമണ്ണ, ക്ലാരി പുത്തൂര്, ക്ലാരി ചനക്കല്, ആ ഏരിയ കരികപ്പാറ, ഇതൊക്കെ വടക്കക്കാർക്ക് തങ്ങൾ നിർദ്ദേശിച്ച കാദിസ്ഥാനങ്ങളാണ്. അപ്പൊ ഓരോ നാടിന്റെ അസ്ലിലേക്ക് നോക്കിയിട്ടാണ് കാദിസ്ഥാനങ്ങള്, മമ്പുറന്നങ്ങള്, കാദി അനന്തരം കിട്ടുന്ന കാര്യമല്ലല്ലോ, അവരെ കൊണ്ട് ആ നാട്ടുകാരെ കൊണ്ട് ബൈഅത്ത് ചെയ്യിപ്പിക്കുന്ന ഒരു പതിവ് കൂടി ബഹുമാനപ്പെട്ട തങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞു വരുന്നത്. ചങ്ങണകാട്ടിലെ കുന്നശ്ശേരി കുടുംബത്തിന്റെ വകയായിട്ടാണ് ഈ പള്ളി വഖഫായത്. തൗലിയത്ത് അങ്ങനെയാണ്, തൗലിയത്ത് ഏറ്റെടുത്ത് നടത്തുക എന്നുള്ളതാണ് മസ്തറല്ലേ. പള്ളി ആ കുടുംബത്തിന്റെ വഖഫാണ്. മമ്പറം തങ്ങളെ കാലത്ത് തന്നെ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ് ചെറിയമുണ്ടം പഞ്ചായത്തിലെ തലക്കടുത്ത് ഒരു വലിയ ജുമാഅത്ത് പള്ളി. ഈ പള്ളിക്ക് തറക്കല്ലിട്ട അന്ന് തന്നെ തറക്കല്ലിട്ട പള്ളിയാണ് പകര ജുമാഅത്ത് പള്ളി. ഈ കാലത്ത് തന്നെ ചെറിയൊരു വിഷയത്തിൽ അഭിമാന പ്രശ്നം നേരത്തെ പറഞ്ഞല്ലോ,
ഉണ്ടല്ലോ, തങ്ങളെ കാലത്ത് തന്നെ പിന്നീട് ഉണ്ടായതാണ്. തങ്ങൾ തറക്കല്ലിട്ട പള്ളിയാണ് താന്നാളൂർ ജുമാഅത്ത് പള്ളി. ഈ വിനീതൻ സേവനം ചെയ്യുന്ന വലിയോറ പുത്തനങ്ങാടി ജുമാഅത്ത് പള്ളി, അഞ്ചുകണ്ഠൻ എന്ന പേര് കേട്ട പ്രസിദ്ധമായ പ്രതാപ കുടുംബം. അവർക്ക് പ്രതാപം മാത്രമല്ല, ഇലുമുണ്ട്. ആ കുടുംബം വഖഫ് ചെയ്തതാണ്. അതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് മമ്പുറ തങ്ങളുടെ മുരീദാകുന്ന വലിയുള്ളാഹി ഉത്താനാജി എന്ന ഉസ്മാൻ മുസ്ലിയാരായിരുന്നു. ഹാജി ഉസ്മാൻ മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ പേരമകൻ ഉസ്മാൻ മുസ്ലിയാരുടെ പേരമകനാണ് മകളുടെ മകളെ പേരക്കുട്ടിയുടെ മകന്റെ മകളാണ് കരിങ്കപ്പാറ സ്ഥാന്റെ ഉമ്മ. അതായത് പണ്ഡിത കുടുംബം കൂടിയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, അവിടുത്തെ ഭാര്യയോട് രണ്ടാമത്തെ ഹജ്ജിന് സമ്മതം ചോദിക്കാൻ പോയപ്പോ മമ്പുറം തങ്ങൾ പറഞ്ഞു അത്ര ഇക്കല്ലേ ഹജ്ജിന് പോണ്ട, എൻ്റെ ആട്ടുകാര് തിരങ്ങാടിക്കല്ല പള്ളിക്കൊക്കെ ജുമാക്ക് വരില്ലേ, എന്ത് ചെയ്താണ് അവിടെ ഒരു പള്ളി ഉണ്ടാക്കിക്കാള്. അങ്ങനെയാണ് പള്ളി ഉണ്ടാക്കണം. തങ്ങൾ പറഞ്ഞ പോലെ തന്നെ മഹാനവറുകൾ അന്ന് ഹജ്ജിന് പോയില്ല. അതുകൊണ്ടുണ്ടായ ഉപകാരം, അന്നൊരു കപ്പൽ ദുരന്തം, കപ്പൽ നശിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ തങ്ങളുടെ ദീർഘദൃഷ്ടി അതൊരു കറാമത്തായിട്ട് തന്നെ രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഓരോ സാഹചര്യങ്ങളും നാടുകളുടെ അവസ്ഥയൊക്കെ നോക്കി മമ്പുറം തങ്ങള് ഓരോ നാട്ടിലെ പള്ളികൾക്ക് ശിലാസ്ഥാപനം നിർവഹിക്കാൻ വന്നിട്ടുണ്ട്. അതിൽ പ്രസിദ്ധമാണ് പൊന്മുണ്ടം പഞ്ചായത്തിലെ നമ്മൾ തൊട്ടുചാര നിൽക്കുന്ന പൊന്മുണ്ടം ജുമാഅത്ത് പള്ളി. നേരത്തെ പറഞ്ഞ പ്രതാപശാലികളായ കുടുംബങ്ങളോടാണ് ആവശ്യപ്പെടല്. അന്നത്തെ പ്രതാപശാലികൾ ഏതാന്ന് നിങ്ങളെ നാട്ടിലെല്ലാം തർക്കമുള്ളതുകൊണ്ട് നമ്മളേക്കൊന്നും കടക്കണില്ല. ഏതായാലും ഹിജറ 1201 ഈ പള്ളി, അതായത് AD 1785 ഈ പള്ളി നിർമ്മിക്കപ്പെടുന്നത്. എന്തെന്ന് വെച്ചാൽ അതോടൊപ്പം തന്നെ തങ്ങൾ ഇവിടേക്ക് ഖാദിയായി അയക്കുന്നത് ബഹുമാനപ്പെട്ട ഹസൻ ജിഫ്രി തങ്ങൾ എന്ന തന്റെ അമ്മാവൻ, അവിടത്തെ അമ്മോശനാണ്. ബുഖാരി സാധുവത്തുക്കളിലെ പിതാവായ വീട്ടി തങ്ങന്മാരുടെ, വലിയാക്കത്തൊടി തങ്ങന്മാരുടെ ഉപ്പാപ്പയാകുന്ന മുസ്തഫൽ ഹബീബ് തങ്ങൾ, അദ്ദേഹത്തിന്റെ മകൻ ഹാമിദ് ദർവേഷ് അൽ ബുഖാരി. ആ ഹാമിദ് ദർവേഷ് അൽ ബുഖാരിയുടെ മൂത്ത മകൻ അഹമ്മദുൽ ബുഖാരിയെ കൊടിഞ്ഞിപ്പള്ളി 1195 ഹിജറ 1195 നിർമ്മിക്കപ്പെട്ടപ്പോൾ അവിടേക്ക് ഖാദിയായി പറഞ്ഞയച്ചു. അനിയനാകുന്ന ഹബീബ് അൽ ബുഖാരിയെ പൊന്മുണ്ടം പള്ളി നിർമ്മിക്കപ്പെട്ടപ്പോൾ ഇവിടേക്കും ഖാദിയായി അയച്ചു. അതിന്റെ അപ്പുറത്താണുള്ള മക്കാമ്, ആ ചെറിന്റെ അപ്പുറത്ത് കാണാം വലിയൊരു കെട്ട്, അതാണ് തങ്ങന്മാരെ കെട്ട് എന്നുള്ളത്. പിന്നെ അതിലെ പരമ്പരക്കാരാണ് ഇന്നും ഖാദിയായി വരുന്നത്. ഓക്കെ ഉസ്താദിന്റെ ശിഷ്യനാകുന്ന അത്തിപ്പറ്റ, അതായത് CK അബ്ദുൽ മുസ്ലിയാരുണ്ടായിരുന്നു. ആ CK ചെറിയ മുണ്ടം പറപ്പൂ നടത്തൊക്കെ ഒരുപാട് കാലം ദർശനം. അദ്ദേഹത്തിന്റെ ശിഷ്യനാകുന്ന അത്തിപ്പറ്റ കുഞ്ഞാലൻകുട്ടി മോലയുടെ ശിഷ്യനാകുന്ന ഹാഷിം തങ്ങളാണ് ഇപ്പത്തെ ഖാദിയാർ. 2001 ഫൈസി കൂടിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം ആ പരമ്പരയിലെ ഖാദിസ്ഥാനം ഇന്നൊന്നും നിലനിന്ന് വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തങ്ങളവറുകൾ തങ്ങളുടെ കുടുംബക്കാരനും കൂടിയാകുന്ന ബഹുമാനപ്പെട്ട ഹബീബ് തങ്ങൾ, ഹബീബ് ജലാലുദ്ദീൻ അൽ ബുഖാരി എന്നാണ് മൂപ്പരെ പൂർണ്ണനാമം. ഹിജറ 1201 പള്ളി സ്ഥാപിക്കപ്പെട്ട് ഇവിടെ ഖതീബായിട്ട് മഹാനവർ ഇങ്ങോട്ട് അയക്കുന്നതും അങ്ങനെ മഹാനവറുകൾ ഇവിടെ താമസം ഇങ്ങോട്ട് മാറ്റുന്നതും ആ ഖാദി കുടുംബം അതുപോലെ നിലനിന്ന് വരുന്നു. ഈ പൊന്മുണ്ടം പള്ളിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ തന്നെ പുകൾപറ്റ ദർസകൾ നടന്ന ഒരു പള്ളിയാണ് ഈ പള്ളി. അതിൽ പ്രസിദ്ധമായ ദർസാണ് 950കളിൽ നടന്ന 53 വരെ നടന്ന അൽ മുദഖിഖ് കൈപ്പറ്റ ബീരാൻകുട്ടി ഉസ്താദിന്റെ ദർസ് പ്രസിദ്ധമാകാനുള്ള കാരണം ഒന്ന് മുദരിസ് കൈപ്പറ്റ ഉസ്താദ്, ശിഷ്യന്മാര് ആരാണെന്ന് വെച്ചാൽ ഒന്ന് വാളക്കുളം ബീരാൻകുട്ടി ഉസ്താദ്, അതുപോലെ തന്നെ കാനാഞ്ചേരി സ്വദേശിയും ചെറുശോല അരീക്കൽ ജുമാഅത്ത് പള്ളിയിൽ സുദീർഘമായ കാലയളവ് ദർസ് നടത്തി. പിൽക്കാലത്ത് ജാമിഅ നുസ്രത്തിൽ ദർസ് നടത്തി. സമസ്ത മുഷാവറ മെമ്പറും 2014 വഫാത്തായി പോയ ചെറുശോല കുഞ്ഞാമത് ഉസ്താദ്, നമ്മളെ അസ്രി ചെറുശോല ഉസ്താദല്ല, ജലീൽ ഉസ്താദ് വാപ്പല്ല, കാനാഞ്ചേരിക്കാരനാ. നമ്മളെ നുസ്രത്തിലൊക്കെ ഉണ്ടായതിനെ ചെറുശോല കുഞ്ഞാമത് മുസ്ലിയാർ അരീക്കൽ പള്ളിയിൽ നീണ്ട 40ഓളം കൊല്ലം ദർസ് നടത്തിയത് കൊണ്ടാണ് ചെറുശോല എന്ന പേര് തന്നെ മൂപ്പർക്ക് വരുന്നത്, ചെറുശോല കുഞ്ഞാമത് മുസ്ലിയാർ. അപ്പൊ മൂപ്പര് കാനാഞ്ചേരി നാട്ടിലാണല്ലോ. അങ്ങനെയാണ് തന്റെ ജൂനിയറായ
ഉസ്താദിനെ കാനാഞ്ചേരി പള്ളിക്ക് മുദരീസായിക്കൊണ്ട് 76 മുതൽ 94 വരെ നീണ്ട 18 കൊല്ലം വാളക്കുളം ബീരാൻകുട്ടി ഉസ്താദ് കാനാഞ്ചേരി നിന്നിട്ടുണ്ട്. 94 മുതൽ 2007 ആ ലാസ്റ്റ് വരെയൊക്കെയാണ് മർക്കസിൽ പിന്നെ നിന്നതും വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുന്നതൊക്കെ. അപ്പൊ പറയണേ, അന്നത്തെ ഇവിടുത്തെ മുദരീസ് ഒന്ന് കൈപ്പറ്റ ഉസ്താദ്, ശിഷ്യന്മാരായിട്ട് വരുന്നത് ബീരാൻകുട്ടി ഉസ്താദ്, ചെറുശോല നേരത്തെ പറഞ്ഞ കുഞ്ഞഹമ്മദ് ഉസ്താദ്, അതുപോലെ തന്നെ ചെറുശോല ബീരാൻകുട്ടി ഉസ്താദ്, പേര് മാറിയില്ല. അപ്പൊ ചെറുശോല ബീരാൻകുട്ടി അല്ലേ, അതുപോലെ തന്നെ വാളക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാര്, അതുപോലെ തന്നെ അവിടുത്തെ ശിഷ്യനും തൻ്റെ രണ്ടാം മുദരീസും ഇന്നും ജീവിച്ചിരിക്കുന്നവരുമായ 90ഓളം വയസ്സ് പ്രായമുള്ള ഇന്ത്യനൊരു മുഹമ്മദ് മുസ്ലിയാർ എന്ന കൊടവണ്ടി മുഹമ്മദ് മുസ്ലിയാരൊക്കെ ഇവിടെ പഠിച്ചവനാണ്. ഇവിടെ ഇരുമ്പുചോലക്കൊക്കെ പോയ ശേഷമാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദും AK ഉസ്താദും അതേപോലെ തന്നെ മുതവല്ലൂര് അബ്ദുറഹ്മാൻ ഉസ്താദൊക്കെ അവിടേക്ക് ഇരുമ്പുചോലക്ക് പോകാൻ വന്നവരാണ്. അപ്പൊ ഇവരൊക്കെ ഇവിടെ പഠിച്ചവരാണ്. കൂട്ടത്തില് അതവിന്റെ ഭാഗമായിട്ടാണ്, ഇൻസേർട്ട് ആക്കാനല്ല, ഇവിടെ പഠിച്ചത് തന്നെയാണ്. കൈപ്പറ്റ ഉസ്താദിന്റെ അടുത്ത് ചേകന്നൂര് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, ഇൽമ് എന്ന് പറഞ്ഞത് കുറെ പഠിച്ചിട്ടൊന്നല്ല, ബദഹ നിലക്ക് ദേവനായിട്ട് അതവ് തുടക്കം മുതൽ അവസാനം വരെ വേണം. ഉസ്താദുമാരുടെ വൈബത്തിലാണ് അതവ് കൂടുതൽ വേണം എന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ബീരാൻകുട്ടി ഉസ്താദിന്റെ അടുത്ത് ഇവിടെ പഠിക്കുന്ന കാലത്ത് ഇയാള് രാത്രി സിനിമക്ക് പോകാറുണ്ടായിരുന്ന തിരൂർക്ക്. ഇത് ഇന്നും ജീവിച്ചിരിക്കണ ഇന്ത്യനൊരു മുഹമ്മദ് ഉസ്താദ് എന്നോട് പങ്കുവച്ചതാണ്. അതൊക്കെ ആയിരിക്കും അയാൾക്ക് യുദ്ധത്തിന്റെ വഴി എളുപ്പാക്കി തന്നത്. അതവ് പറഞ്ഞ സാധനം അത് പാർസലാക്കി കിട്ടൂല, അത് നേടി തന്നെ എടുക്കണമല്ലോ ജീവിതത്തിൽ പകർത്തേണ്ട കാര്യം. അയാളും ഇവിടെ തന്നെയാണ് പഠിച്ചത് എന്ന് മാത്രം. കൈപ്പറ്റ ഉസ്താദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, കൈപ്പറ്റ ഉസ്താദ് പാടത്ത് വക്കത്തുള്ള കുളങ്ങളോ അല്ലെങ്കിൽ പുഴവക്കത്തുള്ള അല്ലെങ്കിൽ ചോലകളൊക്കെ ഉള്ള പള്ളികളാണ് ദർസിന് ഏൽക്കാറുള്ളത്. അത് ഉസ്താദിന്റെ ശാരീരിക പ്രകൃതിയും അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഒരു വിഷയമുള്ളത് കൊണ്ട്, കൂടുതൽ വെള്ളം ആവശ്യമുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള പള്ളികൾ ഏറ്റെടുത്തത്. അങ്ങനെയാണ് പൊന്മുണ്ടത്തേക്ക് വരണം. കൈപ്പറ്റ ഉസ്താദ് എന്ന് പറഞ്ഞാൽ പേരുകെട്ട ഒരു ചെമ്മി കുടുംബത്തിൽ, ഉമ്മണിക്കടവത്ത് കുടുംബത്തിൽ ജനിച്ച ആളാണ്. ആദ്യകാലത്തൊക്കെ മൂപ്പര് ശമ്പളമൊക്കെ വാങ്ങിയിരുന്നു. ഇരുമ്പുചോല മുതൽ ശമ്പളം വാങ്ങിയിട്ടില്ല. അപ്പൊ ഒരിക്കൽ ഇടക്ക് വെച്ച് ഒരു വലിയ നാളിന്റെ സീസണിലാണ് ഇവിടുന്ന് പോകുന്നത്. ബഹുമാനപ്പെട്ടവരോട് അന്നത്തെ ഇവിടുത്തെ ആളുകൾ, നിങ്ങൾക്ക് ശമ്പളം കുറച്ച് കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അത് പറ്റിയില്ല മൂപ്പർക്ക്. നമ്മളൊക്കെ അൽഹംദുലില്ലാ മൂപ്പർക്ക് പറ്റില്ല. മൂപ്പര് പോയതാണ് ഇവിടെ ഇരുമ്പുചോലക്ക്. പിന്നീട് ഇവിടെ ദർസ് നടത്തിയ ആളാണ് ബഹുമാനപ്പെട്ട OK ഉസ്താദിന്റെ ഒക്കെ ഒപ്പം തലക്കെടുത്തൂരിൽ അൽ മുഹഖിഖ് താജുൽ ഉലമായി ഖുദ്വത്തുൽ മുഹഖിഖീൻ KK സദഖത്തുൽ ഉസ്താദിന്റെ കീഴിൽ പഠിച്ച നന്ദി ദാറുസ്സലാമിനൊക്കെ അവസാന കാലത്ത് മുദരീസായിരുന്ന കൈപ്പറ്റ കുഞ്ഞിദീൻകുട്ടി മുസ്ലിയാർ ഇവിടെ സുദീർഘമായ കാലയളവ് ദർസ് നടത്തിയിട്ടുണ്ട്. വലിയാറ ദാറുൽ മആരിഫിന്റെ സ്ഥാപകനും നേരത്തെ പറഞ്ഞ ഈ വിനീതന് സേവനം ചെയ്ത വലിയാറ പുത്തനങ്ങാടി ജുമാഅത്ത് പള്ളിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും അവിടുത്തെ സുദീർഘമായ 20 കൊല്ലത്തോളമുള്ള മുദരീസായിരുന്നു OK-എം ബാപ്പു മുസ്ലിയാർ. അദ്ദേഹം പൊന്മുണ്ടൻ ജുമാഅത്ത് പള്ളിയിൽ ഏകദേശം ഏതാനും മാസങ്ങൾ 9 മാസം ഇവിടെ ദർശനം. അതായത് മുദരീസുമാർക്കൊന്നും ആയുസില്ല എന്നാണ് എന്റെ പഠനത്തിൽ മനസ്സിലായത്. നിങ്ങളെ വ്യക്തിഹത്യക്ക് ഒന്നും കൂട്ടണ്ട, ഉള്ളത് പോലെയാണ്. ദിസ് ഈസ് എ ഫാക്ട് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. അപ്പോ അന്ന് ഇവിടെ പഠിച്ച പ്രസിദ്ധനായ ശിഷ്യനാണ് മൂപ്പരുടെ എളാപ്പയുടെ മകനാകുന്ന ദാറുൽ മആരിഫിലെ മുദരീസും നെടിയരപ്പ് ഒട്ടേറെ മഹല്ലുകളിലെ ഖാദിയും കൂടിയാകുന്ന OK മൂസാൻകുട്ടി ഉസ്താദ്, മൂസാൻകുട്ടി മുസ്ലിയാർ. AP ഉസ്താദിന്റെ കൂടെ മർക്കസിലെ ശരീക്കായിരുന്നു. മറ്റത്തൊരു ഖാദിയാണ്. OK ഉസ്താദിന്റെ ഭാര്യ ആസിയ എന്നവരുടെ ആദ്യ ഭാര്യ ആസിയ എന്നവരുടെ ആങ്ങളയാണ്. അതേപോലെ ബാക്കിയാത്തിലൊക്കെ മുദരീസായിരുന്ന അദ്ദേഹത്തിന്റെ മറ്റൊരു ഗുരുവര്യനായ OK ഉസ്താദിന്റെ ശിഷ്യനെ OK ഹസ്രത്തിന്റെ 5 എന്ന് മാത്രമല്ല, OK ഉസ്താദിന്റെ രണ്ടാമത്തെ മകൻ ഹക്കീം ഉസ്താദിന്റെയും 4ാമത്തെ മകൻ ഒഫൂർ ഉസ്താദിനെ, ഒഫൂർ ഖാസിം എന്ന നമ്മുടെ മുഖദ്ദിമത്തുൽ മിഷ്കാത്തിന്റെ ഷാരിഹ് ഉണ്ടല്ലോ, അവരുടെ അമ്മോശനും കൂടിയാണ് ഈ പറയപ്പെട്ട മൂസാൻകുട്ടി ഉസ്താദ്. മൂസാൻകുട്ടി ഉസ്താദാണ് എന്നോട് ഈ വിവരം പങ്കുവച്ചത്. 9 മാസമാണ് ഇവിടെ സേവനം. 957 കൊല്ലം എന്ന് മാത്രം
ഉസ്താദും ഈ പള്ളിയിൽ ദർസ് നടത്തിയിട്ടുണ്ട്. നീണ്ട 14 കൊല്ലത്തോളം ദർസ് നടത്തിയത് ഈ വിനീതന്റെ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള സ്നേഹിതൻ കൂടിയാകുന്ന പൂക്കോട്ടൂർ മുഹമ്മദ് ബാക്കവി ഇവിടെ 14 കൊല്ലത്തോളം ദർസ് നടത്തിയിട്ടുണ്ട്. അന്ന് ഇവിടെ പഠിച്ച പ്രസിദ്ധനും വിവാദ നായകനുമാണ് നമ്മളെ ചങ്ങാണ്ടന കീശ്ശേരിക്കാരൻ സമത്. അതേപോലെ കുരുവട്ടൂർ അബ്ദുല്ലാഹിമൊക്കെ അതും ഇവിടെ പഠിച്ചതല്ലേ, അതും ഇവിടെ പഠിച്ചത് തന്നെയാണ്. പിന്നെയാണ് ഒരുമള ഫരീദ് മുസ്ലിയാരുടെ മകൻ ബഷീർ ബാക്കരി വരുന്നത്. പിന്നത്തെ ദർസ് ഇപ്പൊ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇക്കൊല്ലം ദർസ് നടന്നിട്ടില്ല എന്നാണ് കേട്ടത്. അപ്പൊ തങ്ങളുടെ കാലത്ത് നിലവിൽ വന്ന പള്ളിയാണ് ഇത്. ഇവിടെ പ്രസിദ്ധമായ ദർസുകളും നടന്നിട്ടുണ്ട്. ഈ പള്ളിയിൽ നിന്ന് പിൽക്കാലത്ത് പല ജുമാഅത്ത് പള്ളികളും പിരിഞ്ഞു പോയിട്ടുണ്ട്. പൊന്മുണ്ടം കുളങ്ങര പള്ളി ഇതിൽ നിന്ന് പിരിഞ്ഞു പോയ പള്ളിയാണ്. കുറ്റിപ്പാലിന്റെ ഒരു ഭാഗമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാകണേ. ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് ക്ലാരി സെനക്കൽ ജുമാഅത്ത് പള്ളി, അത് ക്ലാരി മൂച്ചിക്കൽ പള്ളിയിൽ നിന്ന് പിരിഞ്ഞിട്ടുണ്ടായതാണ്. അങ്ങനെ 61 അവിടെ പള്ളി സ്ഥാപിക്കപ്പെട്ട് ഒരു മുദരിസിന് ഖത്തീബിനും വേണമെന്ന് അവർ ആവശ്യപ്പെട്ടുകൊണ്ട് സദഖത്തുൽ ഉസ്താദിന്റെ ശിഷ്യനും ഓക്കെ ഉസ്താദിന്റെ ശരീക്കുമായ ഇരിങ്ങല്ലൂര് മൂച്ചിക്കാടൻ അലവി ഉസ്താദിന്റെ ദർസ് നടക്കുന്ന പാനച്ചിറമാട് പള്ളിയിലേക്ക് അവർ ചെന്നപ്പോ അന്നത്തെ സീനിയർ വിദ്യാർത്ഥിയായ കുണ്ടൂർ ഉസ്താദിനെ മുദരിസായി അയച്ചതാണ്. 1.5 കൊല്ലം നിന്നപ്പോ മൂപ്പർക്ക് ബാക്കിയാത്തിൽ നിന്ന് പോയി എന്ന ആഗ്രഹം. അങ്ങനെയാണ് 64 തുടക്കത്തിൽ പോയി 65 ലാസ്റ്റ് ഡിസംബർക്ക് മൂപ്പര് ബാക്കവിയായി വന്ന് വീണ്ടും ഇവിടെ ദർശനം. ഈ കാലയളവിന്റെ ഇടക്ക് 2 കൊല്ലം കുറ്റിപ്പാലയിൽ മഹാനവറുകൾ ദർശ നടത്തിയിട്ടുണ്ട്. അവിടെ ഖബർസ്ഥാൻ ഇതൊക്കെ ഇമാറത്ത് ചെയ്തത് ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗം ഇവിടെ കാണുന്നതാണ് മനസ്സിലാക്കണം. ഇതാണ് പൊന്മുണ്ടം. അതുപോലെ തന്നെ ഈ പൊന്മുണ്ടത്തിന് ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുമായിട്ട് മറ്റൊരു ബന്ധമുണ്ട്. ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളെ വഫാത്താകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹിജ്റ 1260 AD 1844 മുഹറം 7 മഹാനവറുകള് വഫാത്താകാൻ കാരണം ചെറു യുദ്ധത്തിലുള്ള ഒരു മുറിവ് ഏറ്റതാണ്. അപ്പോ ചെറു യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്തതായിട്ട് ഇല്ലെങ്കിലും അവിടെ സാന്നിധ്യങ്ങൾ ഉണ്ടാവുകയും ബ്രിട്ടീഷുകാർ പേടിച്ച കഥകളൊക്കെ ചെറു മൗലിദിലും മറ്റും നമ്മൾ പാരായണം ചെയ്തതാണ്. അതിൽ ഷഹീദായ ചെറു യുദ്ധത്തിൽ ഷഹീദായവരാണ് നടുവഞ്ചേരി മുഹിയുദ്ദീൻ എന്നവര്. നടുവഞ്ചേരി കുടുംബം എന്ന് പറയുന്നത് ഈ കാനാഞ്ചേരിയിലൊക്കെ കുറെ ഉണ്ട്. പഴയ പ്രതാപശാലികളായ ഭൂസ്വത്തുക്കളുടെ ഭൂ ഉടമകളാണ് അവർ. ഒരു കാര്യപ്പെട്ട ഒരു ആലിം കാനാഞ്ചേരി പള്ളിക്ക് ഇമാമായി വന്നത് അദ്ദേഹത്തിന്റെ പരമ്പരക്കാരൻ. അതിൽ പെട്ടതാണ് കഴിഞ്ഞ ടൈമിലുള്ള കൽപ്പകഞ്ചേരി പഞ്ചായത്തിന്റെ